ഈ പരമ്പരാഗതമായി ചില പ്രത്യേക മേഖലകളിലേക്ക് വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്കാണ് ഈ ക്രൈസ്തവ വിഭാഗം എന്നൊക്കെ പറഞ്ഞത്. അത്തരം സങ്കല്പങ്ങളിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയോ, അല്ലെങ്കിൽ മാറ്റമുണ്ടോ? അതെ, ഞാൻ പറഞ്ഞില്ലേ, അതായത് മനസാക്ഷി അനുസരിച്ച് നല്ല കാൻഡിഡേറ്റ്സിനൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വീക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റം വരാനൊക്കെ വഴിയുണ്ട്. മാറ്റം വരാവുന്നതാണ്. അത് ആരായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇലക്ഷനിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. മോദി സർക്കാരിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നിലവിലുള്ള മോദി സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലതാണ് മോദി സർക്കാരിന്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറ്റങ്ങളൊന്നും പറയുന്നില്ല. സർക്കാർ പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊരു പക്ഷേ വലിയ ആളുകൾ അറിഞ്ഞിട്ടായിരിക്കില്ല. ചിലപ്പോൾ ചില ഗ്രാമങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി പ്രസിഡൻറ്റോ ഒന്നും അറിയണമെന്നില്ല ചിലപ്പോൾ. അപ്പം അത് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയിടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വ്യക്തിപരമായി മോദി ഇഷ്ടമാണോ? അപ്പോൾ മോഡി എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല. ഈ പൊതുവ്യക്തി നിയമം, ഏക സിവിൽ കോഡ്, ഈ CAA ഇതുപോലുള്ള ചില നയങ്ങൾക്കെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. ഈ വിഷയത്തിലൊക്കെ എന്താണ് താങ്കളുടെ ഒരു നിലപാട്? അത് സർക്കാരിൻ്റെ നിലപാടിനൊപ്പമാണോ? അതായത് പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇന്നുവരെ അത് നടപ്പിലായിട്ടില്ല. ഇനി നടപ്പിലാക്കുമോ എന്നത് നമുക്കറിയില്ല. അപ്പോൾ അത് വരാത്തോടത്തോളം കാലം നമ്മൾ മുൻകൂട്ടി, അപ്പോൾ പലരും അതിന് എതിർപ്പ് പറയുന്നുണ്ട്. അപ്പോൾ എതിർപ്പ് പറയുന്നത് കൊണ്ട് ഗവൺമെൻറ് അത് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പൗരത്വ നിയമം എന്നുള്ളത്, കാരണം അത് പലരെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു നിയമവുമായിട്ട് അവർ മുന്നോട്ട് പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിവിൽ കോഡ് BJPയോടും കേന്ദ്രത്തോടും യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഒന്നും ഇല്ലാന്ന് തന്നെയാണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. വിയോജിപ്പുകൾ പല, അതായത് ഒരു ഭരിക്കുന്ന കക്ഷി നമുക്ക് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാവും, അത് യോജിപ്പുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ BJP ഗവൺമെൻറ്റിനോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളുണ്ട്, വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. ഇനി വിയോജിപ്പുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാർ വീട് സന്ദർശനം നടത്തുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഇവിടെ വന്നത് ഈസ്റ്റർ ആശംസിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. ഞാൻ വോട്ട് ചോദിച്ചു, എന്നോട് വോട്ടൊന്നും ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ടോക്കായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ രാഷ്ട്രീയക്കാർ നമ്മളെ കാണുമ്പോഴൊക്കെ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം എന്നുള്ളതായിരിക്കില്ലേ? അതങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ നമുക്ക് കരുതാം. സഭയുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി അദ്ദേഹം വന്നു. പക്ഷേ ആ ഈസ്റ്റർ ദിവസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഈസ്റ്ററാണ് ഗ്രീറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ.